പിന്നാമ്പുറത്തിണ്ടയിലെ ആഠ്യത്യം നിറഞ്ഞ കരിച്ചട്ടി വീട്ടുകാരുടെ കരങ്ങളാൽ കാറിയത് കാതമകലെ പ്രഭാത കുളിരിൽ ചുരുണ്ട പാക്കായുടെ കാതിൽ കോളിളക്കം സൃഷ്ടിക്കുന്നു. ചട്ടിയുടെ ചലനമല്ലേ അത്, മീൻ തന്നെ. സ്വാർത്ഥ താല്പര്യത്തിൽ മൂകനായി നിശബ്ദ പാദങ്ങൾ ചലിപ്പിച്ച് പടി കടന്നതും തിണ്ണതൂത്ത് ചട്ടി കമിഴ്ത്തി വീട്ടുകാർ. മീൻ നുകരാൻ കൊതിച്ച നാവിനെ വിങ്ങി തേങ്ങിയ മോഹവും പേറി പാക്കായി പടവിറങ്ങിയത് പുൽമേട്ടിലേക്ക്. പുല്ല് കഴിച്ച് മീനില്ല എന്ന സത്യത്തെ ആമാശയത്തെ അറിയിച്ചതും തനിക്ക് മുന്നിൽ പൂമ്പാറ്റ്. വെള്ള വിരിച്ച് വിലസിയ വാനവചസ് തന്നിൽ വിരളി തൂകി. ശലഭശോഭ ശരത്തിൽ ശിരസാ മയങ്ങി പാക്കായി പിന്തുടർന്നതും കണ്ണിമ മൂടിയ നിമിഷം പോളപ്പോച്ചയിൽ മറഞ്ഞു ശലഭം. ശലഭം പോച്ചയിൽ ലയിച്ചിരിക്കുന്നുവോ? പച്ചപ്പോച്ചയിൽ ശലഭ നിറം, പരകായ പ്രവേശനം തന്നെ. ശലഭശൂന്യതയിൽ ശങ്കിച്ചോടിയ പാക്കായി വാതിൽ കടന്ന് കട്ടിൽ കയറിയത് മുതലാളിയെ തട്ടി ഉണർത്താൻ. തന്റെ മിഥ്യ ചിന്താ മന്ദത മുതലാളിയെ കൂട്ടി കാനനപാതയിൽ കാട്ടിയത് ശലഭ പോച്ച. ഇത് മണ്ണൊലിപ്പ് തടയുന്ന അധിനിവേശ സസ്യം പുതപ്പ് പുല്ലിന് കാലാന്തരത്തിൽ രൂപാന്തരമോ? നിരീക്ഷണ പരിരക്ഷയ്ക്കായി കുന്താലി കാട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള അന്തരം നിശ്ചയിച്ചത് പൂന്തോട്ട പൂമുഖത്ത് പുതപ്പ് പുല്ലിനൊരിടം നൽകി കുന്താലി പിന്നാമ്പുറം ചലിച്ചു. അമ്മച്ചിയുടെ ശബ്ദമല്ലേ? ഇപ്പം മീൻ ചോദിച്ചാൽ കിട്ടുമോ?